ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഇന്നലെ രാത്രിയിൽ എനിക്കൊരുപാട് ഫോൺ കോളുകൾ വന്നു. ആ ഫോൺ കോളുകളിലൊക്കെ എനിക്ക് മനസ്സിലായത് ഒരു വലിയ ആശങ്കയാണ്. ആ ഫോൺ വിളിച്ചവരിൽ എൻ്റെ കൂട്ടുകാരുണ്ട്, എന്നെ അറിയുന്നവരുണ്ട്, എവിടെ നിന്നൊക്കെയോ എൻ്റെ മൊബൈൽ നമ്പർ തപ്പിപ്പിടിച്ചുകൊണ്ട് എനിക്ക് വിളിച്ചവരുണ്ട്. അവരൊക്കെ എന്നോട് ചോദിച്ചത്, നമ്മൾ ഒരുപാട് പ്രതിഷേധിച്ചില്ലേ, ഒരുപാട് പ്രക്ഷോഭം നടത്തിയില്ലേ, തെരുവുകൾ നിശ്ചലമാക്കിയില്ലേ, എത്രയോ പേർ അറസ്റ്റിലായില്ലേ, ഇപ്പോഴും എത്രയോ പേർ ജയിലിനകത്തുണ്ട്, എന്നിട്ട് പോലും അമിത്ഷയും നരേന്ദ്രമോദിയും പിന്നോട്ട് പോകുന്നില്ലേ എന്നുള്ളതാണ് അവർ എന്നോട് ചോദിച്ചത്. ഞാൻ വ്യക്തമായ ഒരു ഉത്തരം നൽകി. അവർ പേടിച്ചിരിക്കുകയാണ്, അവർ ഭയന്നിരിക്കുകയാണ്. ആ ഭയന്നിരിക്കുന്നതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് അവർ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവരുന്ന ഓരോ നീക്കങ്ങളും. അവർ അവരുടെ മനസ്സിനകത്തുള്ള ആശങ്ക പങ്കുവെച്ചപ്പോൾ എനിക്ക് എല്ലാവരോടായി പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമിത്ഷയും നരേന്ദ്രമോദിയും അടങ്ങുന്ന കേന്ദ്രം, RSS, സംഘപരിവാർ, അവർക്കൊക്കെ വലിയ ഒരു ഭയമുണ്ടായിട്ടുണ്ട്. ആ ഭയം എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഒരു ഉത്തരം നൽകാം. പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല്, രാജ്യസഭ പാസാക്കിയ ഒരു ബില്ല്, രാഷ്ട്രപതി അംഗീകരിച്ച് അനുമതിയോടുകൂടി ഒപ്പുവെച്ച് നൽകി അതിനെ നിയമമാക്കി മാറ്റി. ആ നിയമം എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കേണ്ടതുണ്ട്. പക്ഷേ 11ഓളം വരുന്ന സംസ്ഥാനങ്ങൾ അതിനെ എതിർത്ത് അതിനെതിരെ രംഗത്ത് വന്നു. കേരളം ആ നിയമത്തിനെതിരെ പ്രമേയമടക്കം നിയമസഭക്കകത്ത് പാസാക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് കേന്ദ്രം ചെയ്യേണ്ടത്? രാഷ്ട്രപതി ഒപ്പുവെച്ച ഒരു നിയമം, ആ നിയമം നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്രം നടപ്പിലാക്കേണ്ട രീതി എന്താണ്? ആ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് കേന്ദ്രം ഗവർണറിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ആ സംസ്ഥാനങ്ങളുടെ ഭരണം ഗവർണറിൻ്റെ കയ്യിൽ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നീട് അവിടെ എല്ലാം തീരുമാനിക്കേണ്ടത് ഗവർണറാണ്. പക്ഷേ കേന്ദ്രം അത് ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല. കേന്ദ്രം അങ്ങനെ ഒരു നീക്കം നടത്താൻ തയ്യാറാവുന്നില്ല. മറിച്ച് പ്രാബല്യത്തിലേക്ക് നിയമം കൊണ്ടുവന്നു എന്നുള്ളത് മാത്രം കാണിക്കുന്നു. ഇതെന്തിനാണ് കാണിച്ചത്? മറ്റേത് എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? വ്യക്തമായ ഉത്തരം ഞാൻ പറയാം. ഒന്ന്, എന്തുകൊണ്ടാണ് ഈ 11 സംസ്ഥാനങ്ങളിലെയും സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് ഗവർണറിന് അധികാരം നൽകാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. കേന്ദ്രത്തിന് വ്യക്തമായി അറിയാം, നമ്മൾ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. അത് ചിലപ്പോൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തേക്കാമെന്നുള്ള വ്യക്തമായ വിശ്വാസമുണ്ട്. അപ്പോൾ ഇന്നലെ അർദ്ധരാത്രിയിൽ പുറത്തിറക്കിയ വിജ്ഞാപനം, അതായത് പൗരത്വ ഭേദഗതി നിയമത്തെ അത് ഞങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്, അതിനി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം, അതിൽ നിന്ന് മനസ്സിലാകുന്നത് കേന്ദ്ര സർക്കാരിന് ഭയമില്ല എന്നുള്ളതല്ലേ? അല്ല, ഇവിടെ ഒരു മത്സരമാണ് നടക്കുന്നത്. 2 ടീമുണ്ട്. ഒരു ടീം എന്ന് പറയുന്നത് രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ, പിറന്ന നാടിന് വേണ്ടിയിട്ട് ഈ നാട്ടിൽ തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞ് പോരാടുന്ന ഒരു ടീം. മറ്റൊരു ടീം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ 2ാം കിട പൗരന്മാരാക്കി മാറ്റുന്ന കേന്ദ്രം അടങ്ങുന്ന ടീം. ഇവിടെ തുടരെ ഗോളടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടീമാണ്, മതേതരത്വവാദികളായ ഈ A ടീമാണ്. എന്നാൽ B ടീമായിട്ടുള്ള കേന്ദ്ര സർക്കാരിനോ ഗോളടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്കും ഒരു ഗോളടിക്കേണ്ടേ? കാരണം അവരുടെയും കാണികളെ അവർക്ക് തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ കാണികൾ എന്ന് പറയുന്നത് തീവ്ര ഹിന്ദുത്വ ചിന്താഗതിയിലുള്ള ആളുകൾ. അവരുടെ കയ്യടിക്ക് വേണ്ടിയിട്ട് ഇവർക്കും ഒരു ഗോളടിക്കേണ്ടതുണ്ട്. പക്ഷേ മത്സരത്തിൽ ഒരാൾ മാത്രമേ വിജയിക്കുകയുള്ളൂ.
ആ മത്സരത്തിൽ ആര് വിജയിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാനുള്ളതേയുള്ളൂ. അതിനാൽ ഇവിടെ ആർക്കും വിജയമുണ്ടായിട്ടില്ല. പക്ഷേ ഒരു 90% വിജയത്തിൻ്റെ അരികിലെത്തിയിരിക്കുന്നത് മതേതര സമൂഹമാണ്, എ ടീമാണ്, നമ്മളടങ്ങുന്ന ജനാധിപത്യ വിശ്വാസികളാണ്. ബി ടീമായിട്ടുള്ള കേന്ദ്ര സർക്കാർ പാതി വഴിയിൽ തന്നെയാണുള്ളത്. അവർ ഇടയ്ക്കിടക്ക് കാണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നലെ രാത്രിയിൽ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതല്ലാതെ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. ആരും പിന്നോട്ട് പോകരുത്. മുന്നോട്ട് വെച്ച കാല് ഇനിയും മുന്നോട്ട് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയും സുപ്രീം കോടതിയിൽ തീരുമാനമാകുന്നതുവരെ ജനാധിപത്യ മര്യാദയിൽ പ്രതിഷേധങ്ങളുമായി നമ്മുടെ തെരുവുകളെ സജീവമാക്കി നിർത്തുക നമുക്കായിരിക്കും വിജയം ഉറപ്പിക്കുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.